ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ ഷെഫ് കാർത്തിക്. ഇന്ന് നമ്മളുടെ ഓണം സദ്യ സീരീസിനകത്ത് മൂന്നാമത്തെ റെസിപ്പിയാണ് ഇഞ്ചിപ്പുളി. ഓൾറെഡി നമ്മൾ 2 അച്ചാറിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് മൂന്നാമത്തെ നമ്മൾ ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചിപ്പുളിക്കകത്ത് ഇടാനുള്ള ബേസിക് ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഞാൻ ഏകദേശം ഒരു 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് ചോപ്പ് ചെയ്യാം. അത് 2 പച്ചമുളക്, നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് കൂടുതൽ എടുക്കാം. പിന്നെ വറവിടാനുള്ള വറ്റൽമുളകും കറിവേപ്പിലയും. ഏകദേശം ഒരു 50 ഗ്രാം ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, ചൂടുവെള്ളത്തിനകത്ത് നന്നായിട്ട് ഇങ്ങനെ ഇട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കായപ്പൊടി ഇടുന്നുണ്ട്. കായപ്പൊടി നിർബന്ധമില്ല, വേണമെങ്കിൽ നമുക്കിടാം, ഇടാണ്ടും നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഞാൻ ചോപ്പ് ചെയ്ത് റെഡിയാക്കി. അടുത്ത് നമ്മളുടെ ഇഞ്ചി നമുക്ക് ചോപ്പ് ചെയ്യാം. നമുക്ക് ചില റെസിപ്പിക്കകത്തൊക്കെ അല്ലേ, അവരിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് അത് ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്തിട്ട് അത് പൊടിച്ചിട്ടും ഇഞ്ചിപ്പുളി ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ചോപ്പ് ചെയ്താൽ മതി. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളുടെ ഇഞ്ചി മൊത്തമായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാമാണ് ഞാൻ എടുത്തേക്കുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു 25 ഗ്രാം പച്ചമുളക് എടുക്കാം. ഞാൻ 2 പീസേ എടുത്തിട്ടുള്ളൂ. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പച്ചമുളക് നമുക്ക് എടുക്കാം. നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കുക്കിങ്ങിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കി 2 അച്ചാറിനകത്ത് നമ്മൾ ഒഴിച്ചേക്കുന്ന ജിഞ്ചലി ഓയിലാണ്, നല്ലെണ്ണ. പക്ഷേ നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇടാം. അതിനകത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറവിടാനുള്ള വറ്റൽമുളകും കറിവേപ്പില ഇടാം. അതിനുശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകാണ് ഇടുന്നത്. അതിൻ്റെ പുറകെ തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 100 ഗ്രാം ഇഞ്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ചില്ലേ ചുമന്ന് വരണം. ആ സമയം വരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇന്നലെ വടകംപുളി നാരങ്ങയുടെ അച്ചാറിട്ടു. അതിന് മുമ്പ് മാങ്ങയുടെ അച്ചാറിട്ടിട്ടുണ്ട്. ഇൻ കേസ് നമ്മുടെ സീരീസ് ആദ്യമായിട്ട് കാണുന്നവർ അത് പോയി കാണുവാണെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും. 2 അച്ചാറും പിന്നെ 3ാമത് ഇഞ്ചിപ്പുളി. നമ്മുടെ ഇഞ്ചി ഏകദേശം ഒന്ന് ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫയർ സിമ്മറിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഈ ഹൈ ഫയർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. നമ്മുടെ ഇഞ്ചി ചുമന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വാളംപുളി ഉണ്ടല്ലോ, അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഇതിനകത്ത് ഒഴിക്കാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. പിന്നെ ഇതിനകത്ത് ഞാൻ ഏകദേശം ഒരു 50 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ആ ശർക്കരയും കൂടി ഇടുന്നുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഇതെല്ലാം കൂടി മെൽട്ടായിട്ട് നമുക്കൊരു തിക്ക് സോസി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ഇഞ്ചിപ്പുളിക്ക്. ഇഞ്ചിപ്പുളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് കാണാം, നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്കകത്ത് വയ്ക്കുമ്പോഴത്തേക്ക് എല്ലാം അങ്ങനെ തന്നെ ഇരിക്കണം. ബേസിക്കലി നമ്മുടെ തൊടുകറി ഉണ്ടല്ലോ, ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് ഓടാൻ പാടില്ല. എല്ലാം നമ്മുടെ ഇലക്കകത്ത് തന്നെ അങ്ങനെ തന്നെ ഇരിക്കണം. ഈ സമയത്ത് നമ്മൾ ഇതിനകത്ത് ഫിനിഷിങ് ടച്ചായിട്ട് ശകലം കായപ്പൊടി, പൊടിച്ചു വെച്ച ഉലുവയുടെ പൊടി, എല്ലാം കൂടി നമ്മളുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വടകപ്പുളി അച്ചാർ ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പ് മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീരീസ് ഒരു കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ ആ 2 റെസിപ്പിയും കൂടി ഒന്ന് കാണുക. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി, നമ്മളുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. നാളെ തൊട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് തൊടുകറി ആയിരിക്കും. അപ്പോൾ ആദ്യം തോരൻ,
അതിനുശേഷം അച്ചിങ്ങക്കായ് മെഴുക് പുരട്ടി അങ്ങനെ ഒവ്വൊരു ഡിഷായിട്ട് നമുക്ക് തുടരാം. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, എവറിബഡി ക്യാൻ കുക്ക്, എവറിബഡി ഹാസ് ടു കുക്ക്.